ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. മരിയ വാൽത്തോർത്തയുടെ ലഘുജീവചരിത്രം 2-ാം ഭാഗം. പിതാവിൻ്റെ മരണം. 1935 മെയ് 24-ാം തീയതി മർത്ത ഡിച്ചിയോട്ടി മരിയയുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അവൾ പിന്നീട് മരിയയുടെ വിശ്വസ്ത സ്നേഹിതയും സ്നേഹമുള്ള ശുശ്രൂഷകയും അവൾ രചിച്ച ലേഖനങ്ങളുടെ കേൾവിക്കാരിയും ആയിത്തീർന്നു. മർത്ത മരണം വരെ മരിയയ്ക്ക് സ്നേഹപൂർവ്വം സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവളോടൊത്ത് കഴിഞ്ഞുകൂടി. കഷ്ടിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ സദാ കൂടെയുള്ള ഒരു സ്നേഹിതയുടെ സാന്നിധ്യത്തിൻ്റെ ആശ്വാസം അവൾക്ക് ലഭിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ പിതാവ് ജൂൺ മാസം 30-ാം തീയതി മരിച്ചു. തനിക്കെതിരായി നിരന്തരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരിൽ നിന്നുണ്ടായ വിഷമങ്ങളും ഉപദ്രവങ്ങളും ക്ഷമിച്ച് സ്നേഹത്തോടെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് സന്തോഷപൂർവ്വം ജീവിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അവസാന നിമിഷങ്ങളിൽ പിതാവിൻ്റെ സമീപത്തിരുന്ന് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാനോ മരണശേഷം ആ ശരീരം ഒന്ന് കാണാൻ പോലുമോ കഴിയാതെ വന്നത് മരിയയ്ക്ക് ഒരു ജീവൻ മരണാനുഭവവും ആഘാതവുമായിരുന്നു. അവളുടെ അമ്മയാകട്ടെ വൈകി വന്ന സ്നേഹത്തിൻ്റെ കുറേ പ്രകടനങ്ങൾ നടത്തിയ ശേഷം കൂടുതൽ കാർക്കശ്യവും അധികാരഭാവവും കഠിനതയും കാണിക്കാൻ തുടങ്ങി. കുടുംബത്തിലെ സർവാധിപതി എന്ന വിചാരം അവരുടെ തലയിൽ കയറിയിരുന്നു. മരിയ തൻ്റെ രോഗശയ്യയിൽ സഹനവും സ്നേഹവും തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവഹിതത്തിന് അവൾ തന്നെ കൂടുതൽ വിധേയയാക്കി. കഷ്ടതകൾ അനുഭവിച്ചിരുന്നവരെ അവൾ ആശ്വസിപ്പിക്കുകയും ആധ്യാത്മിക അന്ധകാരത്തിൽപ്പെട്ടവരെ തിരുത്തുകയും കാലഘട്ടങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചുള്ള വേദനാകരമായ മുന്നനുഭവങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു പോന്നു. ഇവയിലെല്ലാം സ്വന്തം സ്വഭാവദാർഢ്യവും ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ടിരുന്ന ഒരു നല്ല മനസ്സിൻ്റെ തെളിമയുമാണ് അവൾ പ്രകാശിപ്പിച്ചു പോന്നത്. ഫാദർ മിഗ്ലിയോറിനിയും ആദ്യലേഖനങ്ങളും. 1942 ഫാദർ റോമുവാൾഡ് മിഗ്ലിയോറിനി എന്ന മിഷണറി വൈദികൻ മരിയയെ സന്ദർശിക്കാനിടയായി. മരിയദാസന്മാർ എന്ന സന്യാസ സഭാംഗമായിരുന്ന അദ്ദേഹം 4 വർഷം മരിയയുടെ ആധ്യാത്മിക പിതാവായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് മരിയ സ്വന്തം ജീവചരിത്രം എഴുതാൻ സമ്മതിച്ചു. എല്ലാ നന്മകളും എല്ലാ തിന്മകളും വ്യക്തമായി എഴുതാനുള്ള അനുവാദം അവൾ വാങ്ങി. ബുദ്ധിയും കഴിവുകളും അധ്വാനിക്കാനുള്ള താല്പര്യവുമെല്ലാം ഉണ്ടായിരുന്ന മരിയയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടമായിരുന്നു. തൻ്റെ രോഗാവസ്ഥ ജോലി ചെയ്യുന്നതിനോ എഴുതുന്നതിനോ തടസ്സമായി അവൾ കരുതിയില്ല. സ്ത്രീ സഹജമായ എല്ലാ കഴിവുകൾക്കും പുറമെ ഒരു എഴുത്തുകാരിയാകുവാനുള്ള ജന്മവാസനയും അവൾക്കുണ്ടായിരുന്നു. ഈ പ്രത്യേക കഴിവ് അവൾ സ്വയം ബലിയാക്കി ആർക്ക് സമർപ്പിച്ചോ ആ ദൈവത്തിൻ്റെ സേവനത്തിനായി അവിടത്തേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തു. സ്വഭാവാതീതമായ പ്രചോദനത്താൽ പ്രേരിതയായി 1943 ഏപ്രിൽ 23-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിവസം അവൾ ഭാഷണങ്ങൾ എഴുതാൻ തുടങ്ങി. ജീവചരിത്രം അതിനു മുൻപ് തന്നെ എഴുതി തീർത്തു. അമ്മയുടെ മരണം. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ഒക്ടോബർ 4-ാം തീയതി മരിയയുടെ അമ്മ മരണമടഞ്ഞു. മരിയയ്ക്ക് ലഭിച്ച സ്വർഗീയ ദൗത്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അമ്മയുടെ കാർക്കശ്യം വകവയ്ക്കാതെ ഒരു ഉത്തമ പുത്രിയെപ്പോലെ മരിയ അമ്മയെ സ്നേഹിച്ചിരുന്നു. അമ്മയുടെ മരണത്തിനു ശേഷം വീട്ടിൽ മരിയയും മർത്തായും മാത്രം അവശേഷിച്ചു. നിഗൂഢാത്മാക ലേഖിക, മിസ്റ്റിക്കൽ റൈറ്റർ. എഴുത്തുകാരി എന്ന നിലയിൽ അവൾ തീവ്രമായ പ്രവർത്തനത്തിലേർപ്പെട്ടത് 1943 മുതൽ 1947 വരെയായിരുന്നു. അതിനുശേഷവും 1953 വരെ എഴുതിയിരുന്നെങ്കിലും അത് ക്രമേണ കുറഞ്ഞു വന്നു. അങ്ങനെ യുദ്ധകാലത്തെ അത്യന്തം പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് അധികം കുറിപ്പുകളും അവൾ എഴുതിയിട്ടുള്ളത്. യുദ്ധ സാഹചര്യത്തിൽ 1944 ഏപ്രിൽ 24-ന് സ്വന്തം വീട്ടിൽ നിന്ന് അവൾ മാറി താമസിക്കേണ്ടി വന്നു. സെയിൻറ്റ് ആൻഡ്രൂസ് ഇടവകയിലാണ് ഡിസംബർ വരെ കഴിഞ്ഞുകൂടിയത്.
ഡിസംബർ 23 സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നു. കിടക്കയിൽ ഇരുന്നു കൊണ്ടാണ് അവൾ എഴുതിയിരുന്നത്. മടക്കിയ മുട്ടുകളിൽ ഒരു കാർഡ്ബോർഡ് വെച്ച് അത് മേശയാക്കി സാധാരണ നോട്ട് ബുക്കുകളിൽ അവൾ എഴുതി. ഏത് സമയത്തും, പകലോ രാത്രിയിലോ, ക്ഷീണം വളരെയുള്ളപ്പോഴോ വേദന കൊണ്ട് തളർന്നിരിക്കുമ്പോഴോ അവൾക്ക് എഴുതാൻ കഴിഞ്ഞു. ആ ലളിതവും സ്വാഭാവികവുമായ രീതിയിൽ വീണ്ടും ഒരു ഭേദഗതി ആവശ്യപ്പെടാത്ത മട്ടിൽ അവൾ എഴുതി. ഏതെങ്കിലും കാരണവശാൽ എഴുത്തിന് തടസ്സം നേരിട്ടാൽ എഴുത്ത് നിർത്തി ആവശ്യമായ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ച ശേഷം വീണ്ടും തുടർന്നെഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നില്ല. സഹായക ഗ്രന്ഥങ്ങളായി വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ 10 പീയൂസിൻ്റെ മതപഠന പുസ്തകവും മാത്രമാണ് അവൾ ഉപയോഗിച്ചിട്ടുള്ളത്. എഴുതുക എന്നത് തൻ്റെ പ്രത്യേക ദൗത്യമായി സ്വീകരിച്ച മരിയ മറ്റു ചുമതലകളിൽ അനാസ്ഥ കാട്ടിയിരുന്നില്ല. തന്നോട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരുടെ ക്ലേശങ്ങളിൽ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും ആവശ്യമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ വീരോചിതമായ ത്യാഗങ്ങൾ രഹസ്യമായി അനുഷ്ഠിച്ച് അവരുടെ വേദനകൾ നീങ്ങുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ദാരുണമായ പല പ്രശ്നങ്ങളും അങ്ങനെ അത്ഭുതകരമായി പരിഹരിക്കപ്പെട്ടു. തൻ്റെ മാതൃരാജ്യത്തോടുള്ള സ്നേഹനിമിത്തം മരിയ പൗരധർമ്മങ്ങൾ താൽപ്പര്യപൂർവ്വം അനുഷ്ഠിച്ചിരുന്നു. 1948 തിരഞ്ഞെടുപ്പിന് ആംബുലൻസിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി അവൾ വോട്ട് ചെയ്യുകയുണ്ടായി. തൻ്റെ നിരന്തരമായ ജോലിയും സഹനവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇടമുറിയാതെ അവൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിനോടുള്ള ശക്തമായ ഐക്യത്തിൻ്റെ ബാഹ്യചിഹ്നങ്ങൾ ഒന്നും തനിക്ക് നൽകരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. ഈശോ അവളെ തൻ്റെ വിശ്വസ്ത വക്താവും തൂലികയുമായി ഉപയോഗിച്ചു. അവൾക്ക് ലഭിച്ച ദർശനങ്ങളിലും അവൾ കേട്ടിരുന്ന തിരുവചനങ്ങളിലും കൂടെ ഈശോ അവൾക്ക് സ്വയം വെളിപ്പെടുത്തി. മരിയയുടെ ലേഖനങ്ങൾ. മരിയ എഴുതിയ കുറിപ്പുകൾ 15,000 പേജുകളോളം വ്യാപിച്ചു കിടക്കുന്നു. അവയിൽ 2/3 ഭാഗവും ഈശോയുടെ ജീവചരിത്രമാണ്. മറ്റ് ലേഖനങ്ങൾ ചില ബൈബിൾ വാക്യങ്ങളുടെ വ്യാഖ്യാനവും ചില തത്വങ്ങളുടെ പ്രതിപാദനവും ആദിമ ക്രിസ്ത്യാനികളുടെയും രക്തസാക്ഷികളുടെയും മറ്റും ചരിത്രവും ഉൾക്കൊള്ളുന്നു. മരിയയുടെ പ്രസ്താവനകളിലൊന്ന് ഇങ്ങനെ പറയുന്നു: ഞാൻ എഴുതുന്നത് എന്താണെന്നറിയുവാൻ മാനുഷികമായ ഒരു ഉറവിടവും എനിക്ക് ലഭിച്ചിരുന്നില്ല. പലപ്പോഴും ഞാൻ എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിരുന്നുമില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. ദൈവനിവേശിതമായി താൻ എഴുതിയിരുന്ന ലേഖനങ്ങളുടെ കർത്തൃയായി അവൾ തന്നെ ഒരിക്കലും കരുതിയില്ല. ഇവ കൂടാതെ അവൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ ലേഖനങ്ങളും കുറേ നല്ല കത്തുകളും എഴുതിയിട്ടുണ്ട്. അവയെല്ലാം അവളുടെ വ്യക്തിത്വത്തിൽ വിളങ്ങിയിരുന്ന മാനുഷിക ഭാവങ്ങളും ധീരതയും വെളിവാക്കുന്നു. തൻ്റെ എല്ലാ കഴിവുകളും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സേവനത്തിന് പൂർണ്ണമായി വീരോചിതമായി സമർപ്പിച്ചിരുന്നു എന്നും അവ വ്യക്തമാക്കുന്നുണ്ട്. ബുദ്ധിയുടെ സമർപ്പണം. മരിയയുടെ കൃതികൾക്ക് സഭാധികാരികളുടെ അംഗീകാരം ലഭിക്കാതിരുന്നത് കണ്ട് ആ വലിയ ത്യാഗം അവൾ 1949 ഏപ്രിൽ 18 ദൈവത്തിന് കാഴ്ചവെച്ചു. അതോടുകൂടി തന്നെ അവളുടെ ബുദ്ധിയെയും പരിപൂർണ ബലിവസ്തുവായി നാഥന് സമർപ്പിച്ചു. കർത്താവ് അവളുടെ അർപ്പണത്തെ അപ്രകാരം തന്നെ സ്വീകരിച്ചു. കാരണം അവളുടെ ദൗത്യം പ്രചരിക്കുന്നതിന് തടസ്സം അനുഭവപ്പെട്ടതോടെ അവൾ ക്രമേണ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുവാൻ തുടങ്ങി. അങ്ങനെ മാനസികമായ ഒരേകാന്തതയിലേക്ക് അവൾ വലിഞ്ഞു. 1956 മുതൽ അത് പ്രകടമായിരുന്നു. ബുദ്ധിക്ക് സംഭവിച്ച ഈ വ്യത്യാസത്തിൻ്റെ ഒന്നാമത്തെ അടയാളം അവളുടെ കത്തുകളിൽ വലിയ അക്ഷരങ്ങൾ അധികമായി ഉപയോഗിച്ചു കാണുന്നതാണ്. അതേ തുടർന്ന് കടലാസ് രൂപങ്ങളെടുത്ത് ഈശോ ഞാൻ അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു എന്ന് നിറയെ എഴുതുവാൻ തുടങ്ങി. ചിലപ്പോഴെല്ലാം അവ എണ്ണി നോക്കി അവയ്ക്ക് ലഭിക്കുന്ന ദണ്ഡവിമോചനം എത്രയാണെന്ന് കണക്കാക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒന്നുകിൽ എഴുതുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ മടി പിടിച്ച് കട്ടിലിൽ കിടക്കാതിരുന്ന മരിയ ക്രമേണ ഒന്നും ചെയ്യാതെയായി. സംഭാഷണത്തിൽ തെറ്റുകൾ വന്നു തുടങ്ങി. അവൾക്ക് സ്വതസിദ്ധമായിരുന്ന ഫലിതോക്തികൾ അനവസരങ്ങളിൽ പറയാൻ തുടങ്ങി. ക്രമേണ സംസാരവും ചുരുങ്ങി.
ചില വാക്കുകൾ അവസാനം കേട്ടവ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. സംഭാഷണത്തിൽ ഒരു താല്പര്യവും കാണിക്കാതിരിക്കുക. ഇത് സ്വഭാവമായി തീർന്നു. ചിലപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറയും, സൂര്യൻ്റെ പ്രകാശം എത്ര ശക്തിയാണ് അവിടെ എന്ന്. എന്നാൽ അവളുടെ കണ്ണുകൾ എപ്പോഴും തെളിവുറ്റതായിരുന്നു. പ്രകൃതം എപ്പോഴും ശാന്തമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഭക്ഷണം കൊടുക്കുന്നത് കഴിക്കുകയും ചെയ്തിരുന്നു. അവളുടെ ലേഖനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവൾ ചുരുക്കമായും കൃത്യമായും ശരിയായ ഉത്തരം നൽകിയിരുന്നു. അപ്പോഴെല്ലാം സംഭാഷണത്തിനുള്ള കഴിവ് താൽക്കാലികമായി വീണ്ടു കിട്ടിയിരുന്നത് പോലെ തോന്നി. മരണവും സംസ്കാരവും. രോഗം വർദ്ധിച്ചു വന്നതോടെ 1961 സെപ്റ്റംബർ 16 അവളെ പീസായിലുള്ള വ്യാകുലമാതാവിൻ്റെ ദാസികൾ നടത്തുന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ മാസം അവസാനം വരെ ആശുപത്രിയിൽ കഴിഞ്ഞു. രോഗത്തിന് ശമനമൊന്നും കാണാതിരുന്നതിനാൽ തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോന്നു. ഒക്ടോബർ 12 രാവിലെ 10:30 അവൾ മരിച്ചു. മരിക്കുമ്പോൾ മരിയയ്ക്ക് 65 വയസ്സുണ്ടായിരുന്നു. മരിച്ചത് രോഗത്തിൻ്റെ 28-ാം വർഷവും. മരണസമയത്ത് ഫാദർ ഇന്നസെൻ്റ് സൊറോവേത്തി സമീപത്തുണ്ടായിരുന്നു. മരിയദാസന്മാർ എന്ന സംഘത്തിൻ്റെ സഹ-റെക്ടറായിരുന്നു അദ്ദേഹം. മരിയ ഈ സംഘത്തിൻ്റെയും ഫ്രാൻസിസ്കൻ 3-ാം സഭയുടെയും അംഗമായിരുന്നു. വൈദികൻ ക്രിസ്തി ആത്മാവെ ഈ ലോകത്തോട് വിട പറയുക എന്നുച്ചരിച്ച ആ നിമിഷത്തിൽ തന്നെ മരിയയുടെ പാവനാത്മാവ് ശരീരം വിട്ടു. അത് മരിയയുടെ അനുസരണത്തിൻ്റെ അന്തിമ പ്രകടനമായിരുന്നു. 1944 ഒരു കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈശോ മരണത്തെക്കുറിച്ച് അവളോട് പറഞ്ഞിരുന്നുവെന്നാണ്. കുറിപ്പിൽ ഇങ്ങനെ കാണുന്നു: നീ എന്നേക്കുമായി എൻ്റെ രാജ്യത്തിലാണെന്നറിയുമ്പോൾ നിനക്ക് എത്ര സന്തോഷമായിരിക്കും. അതോ ദുരിതം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നീ തന്നെ അറിയാതെ ഇവിടെ വന്നു ചേർന്നല്ലോ എന്ന് നീ വിചാരിക്കും. അമ്മയെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്ന ഈ കുഞ്ഞ് ഉണർന്നു നോക്കുമ്പോൾ അമ്മ വന്ന് തന്നെ തഴുകുന്നതായി കാണുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും അത്. അപ്രകാരമായിരിക്കും നിന്നോട് ഞാൻ പ്രവർത്തിക്കുക. അവളുടെ ശരീരം സ്വന്തം ശയ്യയിൽ തന്നെ അവളുടെ സഹനത്തിനും തിരക്കിട്ട ലേഖന രചനയ്ക്കും ആത്മസമർപ്പണത്തിൻ്റെ നിരന്തരമായ ആവർത്തനങ്ങൾക്കും ഭാഗ്യപൂർണമായ മരണത്തിനും സാക്ഷിയായിരുന്ന അതേ ശയ്യയിൽ തന്നെ കിടത്തപ്പെട്ടു. മരണത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവൾ തന്നെ കരുതി വച്ചിരുന്ന വസ്ത്രങ്ങൾ അണിയിച്ചു. മാമോദിസയ്ക്ക് ഉപയോഗിച്ച നെറ്റ് തന്നെ ശിരസിൽ അണിയിച്ചു. സ്വന്തം ഓർമ്മയ്ക്കായി അച്ചടിക്കാനുള്ള വാചകവും അവൾ തിരഞ്ഞെടുത്തു വച്ചിരുന്നു: ഞാൻ സഹനം പൂർത്തിയാക്കി, എന്നാൽ സ്നേഹം എന്നും തുടർന്നുകൊണ്ടിരിക്കും. അവളെ സന്ദർശിക്കാനെത്തിയത് ഗണനീയമായിരുന്ന ചുരുക്കം വ്യക്തികൾ മാത്രമായിരുന്നു. അവരെല്ലാവരും കർത്താവിൻ്റെ തൂലിക എന്ന് പറയപ്പെട്ടിരുന്ന അവളുടെ വലതു കൈയുടെ പ്രകാശം കണ്ടു. ഇടതു കൈ നിറം മാറി തുടങ്ങിയിരുന്നു. അവളുടെ മേശയായി ഉപയോഗിച്ച മടക്കിയ കാൽമുട്ടുകൾ മടങ്ങിത്തന്നെയിരുന്നു. ശവസംസ്കാരം ഒക്ടോബർ 14 രാവിലെ നടന്നു. മരിയ നിർദ്ദേശിച്ചിരുന്നതുപോലെ വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു അത്. വിശുദ്ധ പൗളീനോസിൻ്റെ ഇടവക പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഏതാനും മോട്ടോർ കാറുകളുടെ അകമ്പടിയോടെ മൃതശരീരം മേഴ്സി സെമിത്തേരിയിലേക്ക് സംസ്കരിക്കപ്പെട്ടു. മൃതശരീരം മാറ്റി സ്ഥാപിക്കുന്നു. 10 വർഷത്തിന് ശേഷം, അതായത് 1971 ഒക്ടോബർ 12 അവളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പുറത്തെടുത്തു, കുടുംബക്കല്ലറയിൽ സ്ഥാപിച്ചു. അവ 1973 ജൂലൈ 2 രാഷ്ട്രീയ അധികാരികളുടെയും സഭാധികാരികളുടെയും അനുമതിയോടെ ഫ്ലോറൻസിലേക്ക് കൊണ്ടുപോയി അനൻസിയേഷൻ ബസിലിക്കയുടെ മധുബഹായിൽ സ്ഥാപിച്ചു.